സാധനങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ എന്ത് ചൂസ് ചെയ്യുമ്പോഴും ഈ പഴക്കം തോന്നിപ്പിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. റിനോവേറ്റ് ചെയ്യുമ്പോൾ ഇത് 3 പ്രാവശ്യം റിനോവേറ്റ് ചെയ്ത വീടാണ്. അപ്പൊ 3 പ്രാവശ്യം റിനോവേറ്റ് ചെയ്തപ്പോഴും നമ്മൾ ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റിനോവേറ്റ് എന്ന് പറഞ്ഞാൽ വീട് മൊത്തം മാറ്റി മറക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ഈ പഴയ വീടായതുകൊണ്ട് പണ്ട് ഇവിടെയൊക്കെ ഉടൻ ബീംസ് ആയിരുന്നു. അപ്പൊ അതിൽ ചെതറി പിടിക്കുന്ന പ്രോബ്ലം ഉണ്ടായിരുന്നു. ബിക്കോസ് ഈ വീട് കെട്ടുന്നത് 2ാം ലോക മഹായുദ്ധ സമയത്താണ്, അറിയാമോ, 1943 എന്നൊക്കെ പറയുമ്പോൾ ആ സമയമാണ്. അന്ന് സിമെന്റ് ഇല്ല. ബിക്കോസ് വാർ എഫേർട്ടിന് വേണ്ടി സിമെന്റ് മൊത്തം പോകണം. അപ്പോൾ മഡ് പ്ലാസ്റ്ററിംഗ് ആണ് അന്ന് ചെയ്തിരുന്നത്. അത് കല്ലുപോലെയാണ് മതിലുകളൊക്കെ, അത്ര നല്ല തിക്കുമാണ്. പക്ഷേ മഡ് പ്ലാസ്റ്ററിംഗിന്റെ ഒരു പ്രോബ്ലം എന്താ പറഞ്ഞാൽ വുഡിലേക്ക് പെട്ടെന്ന് ചെതല് കയറും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് വുഡൻ ബീംസ് ചിലത് മാറ്റേണ്ടി വന്നു. അങ്ങനത്തെ റിനോവേഷൻസ് ആണ് ചെയ്തത്. ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഉള്ള റിനോവേഷൻസ്. പിന്നെ ഞാൻ പറയണ്ടായിട്ടോ, അതായത് നമ്മള് ഈ വീടിനകത്ത് കയറുമ്പം പാലക്കാടാണ് സ്ഥലം, പക്ഷെ ചൂട് വളരെയധികം കുറവാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് അതിന്റെ കാര്യം ചോദിച്ചപ്പോ പറഞ്ഞു എന്താണ്, അല്ല, ഒന്നാമത് സീലിംഗ് 15 അടി ഹൈറ്റ് ആണ്. സാധാരണ വീടുകൾ ഇത്ര ഹൈറ്റ് വെക്കാറില്ല. പിന്നെ നടുവിൽ ഒരു 4 കെട്ട് സ്റ്റൈൽ ഓപ്പൺ ഏരിയ ഉണ്ട്. അപ്പോൾ എയർ സർക്കുലേഷൻ പക്കയായിട്ട് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. ബിക്കോസ് വീട്ടിന്റെ ഉള്ളിൽ ഒരു മരമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ മുകളിൽ ടെറസ് ആണെങ്കിൽ അതിന്റെ മുകളിലേക്ക് അത് ഇപ്പോഴത്തെ മോഡേൺ ടൈപ്പിൽ ഒരു കവറിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹീറ്റ് അത്ര പെട്ടെന്ന് ഉള്ളിലേക്ക് വരില്ല. ഓക്കെ, ഇതാണ് ഡോക്ടർ രാമ ഹെബ്ബാർ. ഇദ്ദേഹമാണ് പാലക്കാട്ടിലേക്ക് ഞങ്ങൾ വരാൻ കാരണം. അത് ഹെബ്ബാർസ് ഇവിടെ എത്തുന്നത് ഡോക്ടർ രാമ ഹെബ്ബാർ കാരണം. ഇവരും എന്റെ മുത്തശ്ശി മിസ്സസ് വിമല ഹെബ്ബാർ ഡോക്ടറാണ്. ഇദ്ദേഹം ഡോക്ടറാണ്, പക്ഷെ ബിസിനസ് മാനും കൂടെ ആയിരുന്നു. അപ്പൊ സർജിക്കൽ എക്യുപ്മെന്റ് മാനുഫാക്ചറിംഗ് ആണ് ഞങ്ങളുടെ ഫാമിലി ബിസിനസ്. അപ്പൊ അന്ന് ഇവിടെ ആയിരുന്നു ഫാക്ടറിയും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ബാംഗ്ലൂരിൽ മംഗലാപുരത്താണ്. ഞാൻ അഭിനയത്തിലേക്ക് ഇറങ്ങിയതോടെ ഒരു 22-23 വർഷങ്ങൾക്ക് മുമ്പ് അതൊക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. പക്ഷെ ഇവിടെ വന്നത് കാരണമുണ്ട് ഈ ഇരുമ്പ് പണി ചെയ്യുന്ന, കൊല്ലപ്പണി ചെയ്യുന്ന ആൾക്കാർ, തീപ്പണി പറയും, അത് ചെയ്യുന്ന ഏറ്റവും ചിലവർക്ക് അറിയുന്നുണ്ടാവും. ഒരുപാട് ആൾക്കാരുള്ളത് ഈ മണ്ണാർക്കാട്, ഷൊർണൂർ ഇങ്ങനത്തെ ഒറ്റപ്പാലം ബെൽറ്റിലാണ്. അപ്പൊ അങ്ങനത്തെ ധാരാളം വർക്കേഴ്സ് വേണ്ടിയിരുന്നു. അന്ന് മുത്തശ്ശന് ബ്രിട്ടീഷ് ആർമിക്ക് ചില സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ, അതായത് ഹൈപ്പോഡെർമിക് നീഡിൽസ് ഒക്കെ ഇല്ലേ, സിറിഞ്ചസ് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ വാർ ടൈമിൽ ഒരുപാട് വേണം. അത് വാർ ടൈമിൽ ഇഞ്ചറീസ് ആകുമ്പോൾ നമ്മൾ എന്താ പറയുക, പെയിൻ കില്ലേഴ്സ് കൊടുക്കാനോ അല്ലെങ്കിൽ ആന്റി എന്തെങ്കിലും കൊടുക്കാനൊക്കെ. അപ്പൊ അത് ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് കിറ്റ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിന്റെ കൊല്ലപ്പണിക്കാർ ആവശ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഓ, അങ്ങനെയാണ്. ആക്ച്വലി ഞങ്ങൾ ഉടുപ്പിക്കാരാണ്. അതെ, എന്നോട് തുളൂല്, അയ്യോ തുളൂല് എന്താ പറയാൻ പറഞ്ഞത് ഞാൻ മറന്നു. ആക്ച്വലി എന്തെങ്കിലും തുളൂല് നമ്മുടെ ഓഡിയൻസിന് ಏನ್ ಜಾದ ಬಂಡ ಪಣ್ಪೆ ಮೂಕ್ಳು ಮಸ್ತ್ ಕೇಳ್ತಾರೆ ತುಳು ಪಣ್ಪುಣ ഞാൻ പറഞ്ഞത് ഞാൻ എന്ത് വേണമെങ്കിൽ പറയാം. ഇവര് ധാരാളം കേട്ടിട്ടുണ്ട് എന്റെ തുളു എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ ചോദിച്ചാൽ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞിരിക്കുന്നത്, എന്നെ പറ്റി നല്ല 2 വാക്ക് പറയുന്നു. ഇവിടെ എഡ് ആങ്കർ അവ് മാത്രത്തിൽ ഇത്ത ബിഗ് ബോസ് ഇട്ടിൽ ഇത്തളത്താ എന്റെ പുതാറത്ത് പത്തുകൾ ഞാൻ ആ സംഭവം മറന്നിരിക്കുന്നത്. നല്ലതാ പറഞ്ഞ. പക്ഷേ അതെ അതെ, അടിപൊളി ആങ്കറാണ്. ബിഗ് ബോസിലൊക്കെ കണ്ടിട്ടില്ല.